പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പ്രകാരം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ചില ആഴ്ചകൾ ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ ദാസൻ ബിജുസൻ്റെ ഭവനത്തിൽ ഒന്നിച്ചായിരിക്കാൻ ഇടയാക്കി. ലോക പോലീസ് എന്ന വിഖ്യാതി നേടിയ അമേരിക്കയുടെ മണ്ണിൽ ചില നാളുകളായിരുന്നു. നമ്മളെയും ലോകത്തെയും അടക്കി ഭരിച്ച സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായ UK ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വന്ന് പ്രിയ ബിസിൻ്റെ വീട്ടിലായിരിക്കാൻ, കർത്താവദാസൻ ബിസിൻ്റെ വീട്ടിലായിരിക്കാൻ ഇടയാക്കി. മാനസികമായി ദീർഘനാളുകൾക്ക് ശേഷമാണ് കുഞ്ഞുങ്ങളെല്ലാവരുമായിട്ടും ഒന്നിച്ചായിരിക്കുന്ന അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ 9 മണിക്ക് യാത്രയാകുമ്പോൾ ഞങ്ങളുടെ പിറകെ 9:30 ഇറങ്ങത്തക്കോണം യാത്രയായതാണ്. എന്നാൽ ഇപ്പോഴാണ് പ്രിയ പാസ്റ്ററിൽ നിന്ന് അങ്ങനെ ഒരു മെസ്സേജ് കേട്ടത്. നാളെ കഴിഞ്ഞ് യാത്രയാകേണ്ടതാണ് ഞങ്ങൾക്ക് ഇരുവർക്കും വിവിധ സ്ഥലങ്ങളിലേക്ക്. കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അല്പസമയത്തിനകം കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്നത് കൊണ്ട്, ആ ദൈവം നമുക്ക് ഇന്നുവരെയും നല്ലവനായിരുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ വലങ്കരങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ദൈവസഭയിൽ നിങ്ങളോടൊപ്പം ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന അവസരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം, ഞങ്ങളുടെ കുടുംബത്തിനുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഇനി നമ്മൾ ഒന്നിച്ചു കൂടുമോ, പ്രിയപ്പെട്ട കുടുംബവുമായി ഒന്നിച്ചായിരിക്കുമോ, എവിടെയായിരിക്കുമോ എന്ന് ഒരു അറിവില്ലാതിരിക്കുന്ന സ്ഥാനത്ത് ആമേൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ആമേൻ ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കിയത് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള പ്രാർത്ഥന ഒരു സഭായോഗം മുടങ്ങുവാനിടയാകരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ദീർഘനാൾ ഗൾഫിലായിരുന്നപ്പോൾ അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദീർഘനാളുകൾ നാട്ടിലായിരുന്നപ്പോൾ ഒരു സഭായോഗം പോലും മുടക്കുവാനിടയാകാതെ ദൈവം നടത്തി. ആമേൻ. അമേരിക്കയിലായിരുന്നപ്പോഴും ആദ്യത്തെ 2-3 വർഷം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു സഭായോഗം എന്ന നിലയിൽ. തുടർന്നുള്ള വർഷങ്ങൾ ദൈവകൃപയാൽ ദൈവത്തെ ആരാധിപ്പാൻ അവസരങ്ങളെ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളെ ആമേൻ ചെറുതായി കാണാതെ അത് വിലയേറിയതാണെന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഏവർക്കും ഇടയാക്കട്ടെ. ആമേൻ. ഭൂലോകത്തിൽ നമുക്കുള്ളൊരു ഭാഗ്യ പദവി എന്താണെന്ന് അറിഞ്ഞാൽ, എന്താണെന്ന് ചിന്തിച്ചാൽ, എന്താണെന്ന് നാം അതിനെക്കുറിച്ച് വിശകലനം ചെയ്താൽ സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിപ്പാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്ന് ലജ്ജ കൂടാതെ എനിക്ക് പറയുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എവിടെയായിരുന്നാലും ദൈവത്തെ ആരാധിപ്പാനുള്ള ഒരവസരങ്ങളെ ദൈവം തരണമേ എന്ന് ആഗ്രഹിക്കുന്നു. മുഖവുര ഒരുപാട് കടന്നുപോയി എന്ന് ഞാൻ അറിയുന്നു. ആമേൻ. രക്തബന്ധങ്ങളായി, ആമേൻ, ഹല്ലേലൂയ, സഹോദരങ്ങളായി ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും, എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ബിജുസൺ, ആമേൻ, മറ്റേ ജൈനി, സിനി, അവരുടെ കുടുംബം, എല്ലാവർക്കും ലിനി, എല്ലാ കുടുംബങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ഒരുമിച്ച് തന്ന കൂട്ടായ്മകൾക്കായി നന്ദി. നമ്മുടെ ദൈവം ആരാണ് എന്ന് നമ്മുടെ ദൈവവചനത്തിൽ പറയും. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി, നമുക്കറിയാം. നമ്മുടെ പുസ്തകത്തിൻ്റെ മലയാളം എഡിഷൻ്റെ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്ന സത്യവചനം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലൊരു സത്യദൈവം ഉണ്ടെങ്കിൽ, ആമേൻ, ആ സത്യദൈവം നാം ആരാധിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥമാണ്. ഇത് എടുക്കുവാൻ ഭാഗ്യം ലഭിച്ചവർക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആ സത്യഗ്രന്ഥത്തിൻ്റെ വക്താക്കളായി നാം ഇന്ന് പകൽക്കാലമായിരിക്കുന്നല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം സത്യദൈവമാണെങ്കിൽ ആ ദൈവം നമുക്ക് തന്ന വചനം സത്യവചനം തന്നെയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മുടെ ദൈവം ആരാണെന്ന് ഒന്ന് തൊടുകുറിയായി പറഞ്ഞു പോകുന്നുണ്ട്. ആമേൻ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 28-10 ഇങ്ങനെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവ് 28-10. അപ്പോൾ ഹനന്യാ പ്രവാചകൻ യിരെമ്യാ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് ആ നുകം എടുത്ത് ഒടിച്ചു കളഞ്ഞിട്ട് സകല ജനവും കേൾക്കെ, ഇങ്ങനെ ഞാൻ 2 സംവത്സരത്തിനകം ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ നുകം സകല
വായിച്ചോളൂ. സകല ജാതികളുടെയും കഴുത്തിൽ നിന്ന് എടുത്ത് ഒടിച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. യെരമ്യാ പ്രവാചകനോ തൻ്റെ വഴിക്ക് പോയി. ഹനന്യാ പ്രവാചകൻ യെരമ്യാ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുകമെടുത്ത് ഒടിച്ചു കളഞ്ഞ ശേഷം യെരമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ ചെന്ന് ഹനന്യാവോട് പറയേണ്ടത്, യഹോവ എപ്രകാരം അരുളി ചെയ്യുന്നു, നീ മരം കൊണ്ടുള്ള നുക ഒടിച്ചു കളഞ്ഞു, അതിന് പകരം നീ ഇരുമ്പ് കൊണ്ടുള്ള ഒരു നുക ഉണ്ടാക്കിയിരിക്കുന്നു. എങ്ങനെയെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ എപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കേണ്ടതിന് ഇരുമ്പ് കൊണ്ടുള്ള ഒരു നുകം ഞാൻ ഈ സകല ജാതികളുടെയും കഴുത്തിൽ വെച്ചിരിക്കുന്നു, അവർ അവനെ സേവിക്കേണ്ടി വരും. ഓക്കെ, മതി. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ദൈവം സത്യ ദൈവം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം സത്യദൈവമാണെങ്കിൽ ആ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനവും സത്യദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സത്യവചനത്തിൻ്റെ വക്താക്കളായി നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ അതിൻ്റെ 7-ാം അധ്യായം 26-ാം വാക്യത്തിൽ സ്വർഗത്തേക്കാൾ ഉന്നതനായ ഒരു ദൈവത്തെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം, ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, ആമേൻ, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന. ആമേൻ. സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന പവിത്രനും നിർദോഷിയും പാപികളോട് വേറിട്ടവനുമായ സ്വർഗത്തേക്കാൾ ഉന്നതനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പേരാണ് നമുക്ക് വേണ്ടി ജീവൻ തന്ന നസ്രനായ യേശു. എബ്രായ ലേഖന കർത്താവ് യേശു കർത്താവിനെ മഹാപുരോഹിതനായി, ഇനി ഉണ്ടായതിലും ഇനി ഉണ്ടാകുവാനിരിക്കുന്നതിലും ഏറ്റവും വലിയ മഹാപുരോഹിതനായി തൻ്റെ ഔന്നത്യത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ഉന്നതനായ കർത്താവിനെ ആരാധിപ്പാൻ ലോകത്തിലേക്കും ആരിലും മോശമല്ലാത്ത ഒരു ഔന്നത്യത്തിൻ്റെ കർത്താവിനെ നമുക്ക് ആരാധിപ്പാൻ ഇടയായി തീർന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് വിലയാണ് ദൈവത്തിന് കൊടുക്കുന്നതെന്ന് നാം മാത്രമേ അറിയുന്നുള്ളൂ. ആ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് തന്നല്ലോ. നമ്മുടെ ദൈവം സർവ്വതിലും ഉന്നതനാണ്. ഇന്ന് പകൽക്കാലം നാം പാടി ആരാധിച്ചപ്പോൾ ആമേൻ അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന പാട്ട് രണ്ടാമത്തത്. ഒന്നാമത്തെ പാട്ട് ആമേൻ നാം എല്ലാവരും ചേർന്ന് പാടി, യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടുവാനിടയായി തീർന്നു. അവൻ്റെ മഹത്വം കൊണ്ട് സർവ്വഭൂമി നിറഞ്ഞിരിക്കുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ ആമേൻ യെശയ്യാ പ്രവാചകൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആമേൻ, സാറാഫുകൾ 6 ചിറകുകൊണ്ട്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് 2 ചിറക് കൊണ്ട് അവർ പറന്നുകൊണ്ട് അവർ ആരാധിക്കുകയാണ്, യഹോവ പരിശുദ്ധൻ 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 എന്ന്. ഇന്ന് പകൽക്കാലം സാറാഫുകളോട് ചേർന്ന് സാറാഫുകൾ കുനിഞ്ഞു നോക്കുന്ന മഹത്വമായവൻ്റെ ആരാധനയിൽ കടന്നു വന്ന് അവനെ ആരാധിപ്പാൻ ഇടയാക്കിയല്ലോ. പ്രിയപ്പെട്ടവരെ, നാം കൂടി വരുമ്പോൾ നാം ഒരു ചെറിയവരല്ല, നാം നിരാശയുള്ളവരായിരിക്കാം, നമുക്ക് വിഷമങ്ങളുള്ളവനായിരിക്കാം. എന്നാൽ നമ്മുടെ ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്തു തുടങ്ങുമ്പോൾ അവൻ്റെ മഹത്വം വെളിപ്പെടുകയാണ്. ആമേൻ. അതിൻ്റെ 2-ാം ഭാഗത്ത് പറയുന്നു, യഹോവയുടെ മഹത്വം കൊണ്ട് സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ മഹത്വം കൊണ്ട് സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ ആ മഹത്വത്തിനായി പ്രതീക്ഷിക്കുന്നവരെ, ആ മഹത്വം ആവഹിക്കുന്നവരെ, ഉൾക്കൊള്ളുന്നവരെ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവൻ പരിശുദ്ധനെന്ന് ആർത്ത് അവൻ്റെ മഹത്വം കണ്ടുകൊണ്ട് അവൻ ദൈവത്തെ ആരാധിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഒരു നാമധേയ ആമേൻ അനേക വർഷങ്ങൾ മുൻപ് 65 വർഷങ്ങൾ മുൻപ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ളത് ആമേൻ ഒട്ടകത്തിൻ്റെ വയറുപോലെ വയറുന്തിയ ഒരു വേദപുസ്തകമായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു സ്വാധീനവും ചെലുത്തിയില്ല. കാരണം എൻ്റെ പിതാവിൻ്റെ പിതാവ് ആമേൻ 87-88 വയസ്സുള്ളവരായി മരിക്കുമ്പോൾ അത് ഉത്തരത്തിൻ്റെ അകത്ത് ചെലുത്തി വെച്ചിരുന്നതാണ്. അതെടുത്ത് വായിക്കാറില്ല. അതെടുത്ത് വായിക്കാറില്ല. ആമേൻ, ഹല്ലേലൂയ. അവിടെ ഒരു കുർബാനക്രമമുണ്ട്. ആ കുർബാനക്രമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വായിക്കാറില്ല. ആകാശത്തിലെ ബാബായെ പറയും, ആമേൻ 2-3 വിരൽ ചേർത്ത് കുരിശു വരച്ച് ആമേൻ സന്ധ്യാപ്രാർത്ഥന അവസാനിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ മഹത്വമായവനെ തിരിച്ചറിയുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ലോകത്തിലെ ആരാധന പലതുണ്ട് പ്രിയപ്പെട്ടവരെ. ആരാധനയിൽ കടന്നു ചെന്ന് എന്തോ കണ്ട് എന്തോ കേട്ട് എന്തോ സായുജ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുമ്പോൾ മഹത്വമായവൻ നിന്റെ ഹൃദയത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരും.
പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ആത്മാവ് കൊണ്ട് ഇടയായി തീരട്ടെ. ആമേൻ. സാറാഫുകൾ പറന്നുകൊണ്ട് പരിശുദ്ധൻ 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 എന്നാർക്കുമ്പോൾ നമുക്ക് അവരോടുകൂടെ നമുക്ക് വേണ്ടി മഹത്വമായവൻ ലോകത്തിലേക്ക് കടന്നു വന്ന്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ സർവ്വമഹത്വവും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നുവെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വൈകിട്ട് മീറ്റിംഗും ഇന്ന് പകൽക്കാലവും ഞാൻ മീറ്റിംഗിൽ സംബന്ധിക്കുമ്പോൾ അവിടെ ധ്വനിച്ചു കേട്ട ഒരു ശബ്ദമുണ്ട്. പരിശുദ്ധന്റെ പരിശുദ്ധാത്മാവിനെയാണ് എനിക്ക് ശബ്ദത്തോടെ ശ്രവിക്കാൻ കഴിഞ്ഞത്, ഒന്നിച്ച് ആരാധിക്കാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ആരാധന. ആമേൻ. ഒരു ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സഭ എന്ന നിലയിൽ ഞാൻ ചില കാര്യങ്ങളെ ദർശിക്കുവാനിടയായി തീർന്നു. ആമേൻ. ഒരു സഭയുടെ അനുഗ്രഹം, സമ്പത്ത് എന്താണെന്നറിയാമോ? ഒരു ആത്മീക സഭയുടെ സമ്പത്ത് എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവരുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളാണ് ഒരു സഭയുടെ സമ്പത്ത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ബാക്ക് സൈഡിലാണ് ഇരുന്നത്. എൻ്റെ പെടലി എത്തും വരെ എണ്ണി നോക്കി. പാസ്റ്റർ, ഏകദേശം 42 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് അറിവ് കിട്ടി, ബിജുസൺ പറഞ്ഞു 42 അതിൽ കൂടുതലുണ്ടല്ലോ, നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഒരു സഭയുടെ സമ്പത്ത്, ഒരു ആത്മീക സഭയുടെ സമ്പത്ത് എന്താണെന്നറിയാമോ? ആ സഭയുടെ കുഞ്ഞുങ്ങളാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദീർഘകാല അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൺഡേ സ്കൂളിൻ്റെ വിധങ്ങളായ നിലകളിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഓരോ സഭയിലും പോയി സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ കണക്കെടുക്കുകയും മറ്റും ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാൻ കഴിയും സൺഡേ സ്കൂളിൻ്റെ കുഞ്ഞുങ്ങൾ ഉള്ള സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. രണ്ടാമത് ഒരു സഭയുടെ ഒരു ക്വാളിറ്റി ഒന്ന് പറഞ്ഞോട്ടെ. എന്നെപ്പോലെ നരച്ച തല, അല്ലെങ്കിൽ പാസ്റ്ററെ പോലെ നരച്ച തല വളരെ ചുരുക്കമാണ് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. എന്തോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നരച്ച തലയില്ല, യുവാക്കളുടെ ഒരു കൂട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രവർത്തനോന്മുഖമായ, പ്രവർത്തന സജ്ജമായ ഒരു കൂട്ടം യുവാക്കളെയും, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഒരു കൂട്ടം സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയും കണ്ടോ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. തിരക്കേറിയ പട്ടണത്തിൽ, ഏതു പ്രകാരവും എങ്ങനെയും ജീവിക്കുവാനുള്ള അവസരമുള്ള പട്ടണത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ജീവിതം, ആമേൻ, മാറ്റിവെച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ഇന്ന് പല സഭകളിൽ പോയാൽ അവിടെ എല്ലാം എന്താ ഉള്ളത്? ആലുക്കാ സഭയാണ്. അങ്ങനല്ലേ പറയുന്നത്? ആലുക്കാസ്. ഞാൻ അതിനോട് യോജിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ദൈവം തന്ന ദർശനത്തിൽ ഞാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയും ആയിക്കൊള്ളട്ടെ. ആമേൻ. വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഭയെ കാണുവാൻ ഇടയാക്കിയത് ഓർത്ത് ഞാൻ 3 ക്വാളിറ്റി പറഞ്ഞു കേട്ടോ, മറന്നു പോകരുത്. 1, വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഭ. 2, യുവാക്കളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സഭ. 3, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ധാരാളമായി തന്നിട്ടുള്ള ഒരു സഭ. ഒരു സഭ അഭിവൃദ്ധി പ്രാപിപ്പാൻ, ആമേൻ, ഇതിൽ മറ്റൊരു കാര്യമില്ല. ദൈവം നിങ്ങളെ നടത്തുന്ന ദൈവമാണ്. ആമേൻ. പരിശുദ്ധനെ ആരാധിക്കുമ്പോൾ, അവൻ്റെ മഹത്വം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുമ്പോൾ, അവൻ്റെ മഹത്വമാകുന്ന പരിശുദ്ധാത്മാവിനെ യേശുക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് തന്ന് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാതൃകയാക്കി മുൻപോട്ട് പോകുമ്പോൾ ചിലത് അവകാശം പറഞ്ഞെടുക്കുവാൻ ചില പ്രിയപ്പെട്ട ദൈവം അവിടെ ഇവിടങ്ങളായി എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശുവിന് വിശുദ്ധി കൊടുത്താട്ട്, യേശുവിന് മഹത്വം കൊടുത്താട്ട്, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, നീ കിടപ്പിലായാലും നിലംപരിയായാലും അവിടെ നിന്ന് ഉയർത്തി എഴുന്നേൽപ്പിക്കുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. വായിച്ച വേദഭാഗത്തോട് നീതി പുലർത്തണമല്ലോ. ആമേൻ. സ്വർഗത്തേക്കാൾ എഫേസ്യ ലേഖനം 1:4 വാക്യം പറയുന്നത്, സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകലവിധമായ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്വർഗം എന്ന വിവക്ഷ വിവിധ മതഗ്രന്ഥങ്ങളിൽ വിവിധങ്ങളായ നിലകളിൽ കൊടുത്തിരിക്കുന്നു. എങ്കിലും മനുഷ്യൻ്റെ മുൻപിൽ വിവക്ഷിപ്പാൻ, അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു മാന്യമായ വിവക്ഷ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സത്യവേദ പുസ്തകമാകുന്ന ഈ ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. വികലങ്ങളായ ആശയങ്ങളാൽ സ്വർഗത്തെ, ആമേൻ, ഹല്ലേലൂയ, കോട്ടിക്കളയുമ്പോൾ,
ആമേൻ മാന്യമായ പരിശുദ്ധാത്മാവിന്റെ ആരാധനയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആരാധന നമ്മുടെ ഒരു സ്വർഗം നമ്മുടെ ദൈവം നമുക്ക് തന്ന ദൈവവചനത്തിൽ മാത്രമാണ്. അവിടെ ആർക്കുകയാണ്? ദൂതന്മാർ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. മറ്റൊരു ഗ്രന്ഥത്തിനും അത് കഴിയത്തില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ നാം എങ്ങനെ ആയിരിക്കുന്നു? പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആയിരിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലായിരിക്കുന്നുവെങ്കിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ്, കോവിഡിന് മുൻപ്, അല്പസമയം മുൻപ്, ആമേൻ, JFK എയർപോർട്ടിൽ നിന്ന്, JFK എയർപോർട്ടിൽ നിന്നോ, ടെർമിനൽ 4-ൽ നിന്നോ ലണ്ടൻ ഹിത്രോ വിമാനത്താവളത്തിലേക്ക് വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ഒരു വിമാനം തയ്യാറായി നിൽക്കുന്നു. പുറപ്പെടുവാൻ അല്പസമയം മാത്രം. ദൈവത്തിൻ്റെ മഹത്വം ഞാൻ പറയുകയാണ്. പുറപ്പെടുവാൻ അല്പസമയം മാത്രമുള്ളപ്പോൾ അങ്ങ് ബാക്ക് സൈഡിൽ നിന്ന് ഒരു കൊറിയക്കാരിയായ സ്ത്രീ അവളെ എഴുന്നേറ്റ് നിന്നിട്ട് ആമേൻ അവൾ എന്തൊക്കെയോ അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നു. യാത്രക്കാർക്കോ എയർ ഹോസ്റ്റനോ ആ സംഭവം, ആ ഭാഷ മനസ്സിലായില്ല. അവൾ അത്യുച്ചത്തിൽ ഏതെയോ വിളിച്ച് പുലമ്പാൻ തുടങ്ങി. ആമേൻ നിമിഷ നേരം കൊണ്ട് എയർ ഹോസ്റ്റസ് ചെന്ന് അവളെ ശാന്തമാക്കാൻ നോക്കി. അവൾ അടങ്ങിയില്ല. ആമേൻ ആ 1-2 ദിവസം ആ വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് സുരക്ഷയെ സംബന്ധിച്ച് അവരത് ഡിജക്റ്റ് ചെയ്ത് കളഞ്ഞു. ആ 2 കൈയിലും പിടിച്ചിട്ട് അവൾ ഒതുങ്ങുന്നില്ല. അവളങ്ങ് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ക്യാപ്റ്റന് മെസ്സേജ് പോയി. ക്യാപ്റ്റൻ പോലീസിനെ വിളിച്ചു. നിമിഷ നേരം കൊണ്ട് പോലീസ് ആ പ്ലെയിൻ്റെ 4 വശവും വളഞ്ഞു. പക്ഷേ വിളിക്കുന്ന പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച, ആമൻ ഇവള് ആ വിളിച്ചു പറയുന്ന ഭാഷ ആർക്കും മനസ്സിലാകുന്നില്ല. ഇവള് മേൽക്കുമേൽ തുള്ളിച്ചാടി ആ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് പോലീസുകാർ പെട്ടെന്ന് ക്യാപ്റ്റന് വയർലെസ് സന്ദേശം കൊടുത്തു, നിങ്ങളുടെ എമർജൻസി ഡോർ തുറന്ന് സർവ്വയാത്രക്കാരെയും പുറത്താക്കുക. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചതെന്നറിയാമോ? ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലുടെ ഹൃദയത്തിൽ ദൈവം കാണിച്ചു കൊടുത്ത് ഈ പ്ലെയിൻ കത്താൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് സംഭവമാണ്. ക്ലിപ്പ് ഞാനും കണ്ടതാണ്. ആമേൻ. ചുമന്ന യൂണിഫോം വിട്ട എയർ ഹോസ്റ്റസ് അവളെ പിടിച്ചു വെക്കുന്നതും അവൾ തുള്ളുന്നതും ക്ലിപ്പിൽ വന്നിരുന്നു. പക്ഷേ ദിവസങ്ങൾക്ക് ഗവൺമെൻറ് സുരക്ഷയെ ഉദ്ദേശിച്ച് അത് റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. എന്നാൽ ആത്മാവിൻ്റെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതല് നാം എത്രയോ യാത്ര ചെയ്തിരിക്കുന്നു. നാം എന്തെല്ലാം തരങ്ങളിലായിരിക്കുന്നു. ഈ അടുത്ത സമയത്തും 293 യാത്രക്കാർ, 400-ലധികം പേര് ഡൽഹിയുടെ ഭാഗത്ത് ഒരു നിമിഷം കൊണ്ട് ചാമ്പലായി തീർന്നപ്പോൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കുഞ്ഞും അതിലില്ലായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആരാധിപ്പാൻ ഇടയാക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. അബ്രഹാം തൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തെ ആരാധിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഉന്നതൻ എന്ന വിവക്ഷയോടുകൂടിയല്ല. വേദപുസ്തകത്തിൽ നാം ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്തു. 136-ാം സങ്കീർത്തനം, ആമേൻ, 135-ാം സങ്കീർത്തനം, ആമേൻ, 119-ാം സങ്കീർത്തനം, ഇത് മൊത്തം ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആരാധനയും മുഴുവനാണ്. പക്ഷേ അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുന്ന അബ്രഹാമായിരുന്നു. അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുന്ന, തൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും വലുതായിട്ടില്ല. അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുന്ന അബ്രഹാമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം, ആമേൻ, ഹല്ലേലൂയ, 14-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ എത്ര പ്രാവശ്യം അത്യുന്നതനായ ദൈവത്തെ ആമേൻ അബ്രഹാം മഹത്വപ്പെടുത്തുന്നു എന്നറിയാമോ? ആമേൻ, ഒന്ന് വായിക്കാമോ? അതിൻ്റെ 18-ാം വാക്യം മുതൽ. ശാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. വായിച്ച വാക്യം നാം ആമേൻ ഈ നമ്മുടെ പുരോഹിതൻ്റെ ആമേൻ ക്വാളിറ്റികളാണ് ഇവിടെ പറഞ്ഞത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാലോം രാജാവ്, നമുക്കറിയാം കൃപപ്രകാരം അല്ലെങ്കിലും പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന ഈ ആമേൻ ഹല്ലേലൂയ
ശലോം രാജാവ് കടന്നു വന്ന് അത്യുന്നതനായ ദൈവത്തെ ഉയർത്തുമ്പോൾ ആമേൻ പൗരോഹിത്യ ക്രമത്തിൽ മാത്രമല്ല, പൗരോഹിത്യ ക്രമത്തിന് ബന്ധമില്ലാതിരുന്ന അബ്രഹാമും അതേ നാമം ഉയർത്തുകയാണ്. താഴോട്ട് നാം വായിക്കുമ്പോൾ അതിൻ്റെ 23-ാം വാക്യം, എന്നാൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ, സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാലും എന്നേക്കും മഹാപുരോഹിതനായി നമുക്ക് മുൻപിലുള്ള യേശു സ്വർഗത്തിലും ഭൂമിക്കും എന്നേക്കും നാഥനായ അത്യുന്നതനായ പുരോഹിതനാണ്. ലോകത്തിലുള്ള സകല പുരോഹിതന്മാരെക്കാളും അത്യുന്നതനായ പുരോഹിതനാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇവരൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആമേൻ ദൈവത്തിൻ്റെ കൃപ, ആമേൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പൈതലിന്, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് അത്യുന്നതൻ്റെ കൃപ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെ ചില ഗുണങ്ങൾ ആമേൻ ആ 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ 14-ന്റെ 14 വായിക്കണമേ. തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ, തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ, അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും മതി തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയിരിക്കുന്നു എന്ന് അബ്രഹാം കേട്ടപ്പോൾ, കൂടി അന്നു മുതൽ പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ബദ്ധനായിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അബ്രഹാം തൻ്റെ സർവശക്തിയുമുണ്ട് ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തിൽ കടന്നു ചെന്നോ ആമേൻ ആ സഹോദരനെ വിടുവിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അത്യുന്നതൻ്റെ ശക്തി നമുക്കുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ലോകം നമ്മെ അംഗീകരിക്കാത്തത് ഏക കാര്യം, കാണുന്നവനെല്ലാം പെന്തക്കോസുകാരൻ. നമുക്ക് പെന്തക്കോസുകാരനാക്കണ്ട, അവനെ ദൈവ പൈതലാക്കിയാൽ മതി. അത്യുന്നതമായ ദൈവത്തിൻ്റെ കൃപ ആമേൻ മാനുഷികമായ രീതിയിൽ ഞാനോ നിങ്ങളോ മറ്റാരെങ്കിലും ആണെങ്കിൽ ഈ ലോത്തിനെ തേടി പോകത്തില്ല. എന്നാൽ അത്യുന്നതൻ്റെ കൃപ വ്യാപരിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്ന അബ്രഹാം തൻ്റെ സഹോദരനെ നേടുവാനായി കടന്നു പോയിരിക്കുന്നു. സഭയ്ക്കൊരു ദൗത്യമുണ്ട്. ആരോ ആകട്ടെ, എങ്ങനെയോ ആകട്ടെ, യേശുക്രിസ്തുവിൻ്റെ സദ്വർത്തമാനത്തിനോ സത്യസുവിശേഷത്തിന് ഒരു കടപ്പാടുണ്ട്. ആമേൻ ആ കടപ്പാട് പൂർത്തീകരിക്കുവാൻ, ആമേൻ ബദ്ധനായിരിക്കുന്നതിനെ വിടുവിക്കുവാൻ, സുവിശേഷം കേട്ടിട്ടില്ലാത്ത ദേശങ്ങളിൽ സുവിശേഷം എത്തിക്കുവാൻ അബ്രഹാം ആമേൻ ആ അത്യുന്നതനായ ദൈവത്തെ അവരിരുവരും ചേർന്ന് 2 ദൈവ പൈതങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ പരിശുദ്ധൻ്റെ ആരാധനയുണ്ട്, അവിടെ ദൈവമഹത്വം വെളിപ്പെടുന്നുണ്ട്, അവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ചിലത് വിടുവിക്കപ്പെടുവാൻ കഴിയും. ആമേൻ, ആമേൻ. ആ പരിശുദ്ധാത്മാവിൻ്റെ ആരാധനയ്ക്കായി ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആ 3 വാക്യങ്ങളിൽ 4 പ്രാവശ്യം ദൈവത്തിൻ്റെ ഔന്നത്യത്തെ വർണ്ണിക്കുകയാണ്. ആത്മാവിൽ പൂരിതരായ, ആത്മാവിൽ ആമേൻ ആമേൻ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുകയാണ്. വേദപുസ്തകത്തിൽ വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ അത്യുന്നതനായ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, പരിശുദ്ധനെന്ന് മാത്രമല്ല അവൻ്റെ മഹത്വം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്ത ദൈവം ഒരു അത്യുന്നതനായ ദൈവമാണ്. അവന് സമനായി ഭൂമിയിൽ ആരുമില്ല. എൻ്റെ യേശുവിന് സമനായി ഭൂമിയിൽ ആരുമില്ല എന്ന് പറയുവാൻ തൻ്റെ ഇടമുള്ളവർക്ക്, ധൈര്യമുള്ളവർക്ക്, ഹൃദയത്തിൽ അതിൻ്റെ ഉൾക്കാമ്പുള്ളവർക്ക് പ്രൈസ് ദി ലോർഡ് ലജ്ജിക്കേണ്ടത് വരെയില്ല. നമ്മുടെ കർത്താവ് വലിയവനായ ദൈവമാണ്. സുവിശേഷ നിമിത്തം എനിക്കറിയത്തില്ല ആരെങ്കിലും ഉപദ്രവങ്ങൾ ഏറ്റിട്ടുണ്ടോ? സുവിശേഷ നിമിത്തം ഉപദ്രവങ്ങൾ ഏറ്റിടുമ്പോൾ, ഒരു വലിയ കുടുംബത്തിൽ നിന്ന് ഏകനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ, വിവിധങ്ങളായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നേരിട്ടിരുന്ന സമയത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആമേൻ ഹല്ലേലൂയ, ഞാൻ അന്നായിരുന്ന സ്ഥാനത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരു യൗവനക്കാരനായി ആമേൻ കടന്നു വരുമ്പോൾ ഒളിച്ചും പാത്തും പോയി ആരാധനയ്ക്ക് ഇരുന്നിട്ടുണ്ട്. അന്നത്തെ ആമേൻ ആ പുരോഹിതൻ എന്നെ വിളിച്ച് ചോദിക്കുന്നത് മാറ്റിന് കാണാൻ പോയോന്നാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു മാറ്റിന് കുർബാനയ്ക്ക് കാണത്തില്ല, 2 മണിക്ക് ശേഷമേ ഞാൻ ചെല്ലത്തുള്ളൂ. അദ്ദേഹം ഉണ്ടപാത്രം വീട്ടിൽ നിന്ന് ആഹാരം കൊടുക്കുമ്പോൾ ആ ഉണ്ടപാത്രം എടുത്തുകൊണ്ട് പോകുമ്പോൾ ആമൻ തൂക്കുപാത്രം എടുക്കാൻ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുന്നത്, മോനെ നീ മാറ്റിനിക്ക് പോയാണോ? ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറയാനിടയായി തീർന്നു, അച്ഛാ മാറ്റിനിക്കല്ല, അതിലുപരി ഒരു ആരാധന നടക്കുന്നുണ്ട് രഹസ്യമായി. ഞാൻ ആ ആരാധനയ്ക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ദൈവകൃപയാൽ വളരെ ചുരുക്കമായി പറയട്ടെ, ആ കർത്താവിനെ ആരാധിക്കുവാൻ ഇടയായതോർത്ത്, ആ സത്യദൈവത്തെ ആരാധിക്കാൻ ഇടയായി തീർന്നതോർത്ത് ആമേൻ മാതാപിതാക്കളും 7 സഹോദരങ്ങളും ഇന്ന് വിവിധങ്ങളായ നിലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന്
ഹൃദയത്തിൽ ഏത് സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്? ആമേൻ, ആ സ്ഥാനം ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ മാത്രമാണോ? ഏത് കാര്യങ്ങളിലും ആ ഉന്നതനായ ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളുണ്ടെങ്കിൽ ചിലതിൽ നിന്ന് വേർതിട്ടിരിക്കാൻ കഴിയും, ചില വിട്ടുപോയതിനെ നേടിയെടുക്കാൻ കഴിയും, ആമേൻ, ചില ബന്ധിക്കപ്പെട്ടതിനെ ആമേൻ സ്വാതന്ത്ര്യത്തോടെ അഴിച്ചുവിടുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അതിൻ്റെ 21-ാം വാക്യം നാം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഗുണം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സോദോം രാജാവ് അബ്രാഹാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. നോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അബ്രഹാം പറയുന്നു, നീ മുഖാന്തരം ഞാൻ സമ്പന്നനായി തീർന്നു എന്ന് പറയാൻ ഇടയാകാതെ. അന്നേരം ആര് മുഖാന്തരം ആ സമ്പന്നനായി തീരേണ്ടെന്ന്? ഉന്നതനായ ദൈവത്താൽ സമ്പന്നനായി തീർന്നുവെന്ന് പറയത്തക്കവണ്ണം ലോകപ്രകാരമുള്ളത് മുഴുവനും നീ എടുത്തുക. ആളുകളെ നീ എടുത്തുകൊള്ളുക, സമ്പത്തും നീ എടുത്തുകൊള്ളുക. നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, സഹോദരനോട് പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. നീ ആ നീരൊഴുക്കുള്ളത് എടുക്കുന്നെങ്കിൽ ഞാൻ നീരൊഴുക്കില്ലാത്തടത്തോളം. പ്രിയപ്പെട്ടവരെ, പറയാൻ കഴിയത്തില്ല ഈ വന്ന കാലത്ത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപ ഉള്ളിലുള്ളവൻ, അത്യുന്നതനായ ദൈവത്തെ കണ്ട് ആ ദൈവ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവൻ ഉള്ളിൽ പറയും, സഹോദര, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ എങ്ങോട്ട്? വലത്തോട്ട് മാറിക്കൊള്ളാം. നീയുമായി ഒരു അലോസരമുണ്ടാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇടയാക്കുന്നില്ല. ഞാൻ അത്യുന്നതനായ ദൈവത്തെയാണ് മഹത്വപ്പെടുന്നത്. ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ മകളാണ്. ആകയാൽ ഞാൻ അത്യുന്നതിന് ചേർന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ. ദൈവവിധങ്ങളുടെ പ്രത്യേകത അതാണ്. ആമേൻ. 15-ാം വാക്യം 1-ാം വാക്യത്തിൽ പറയുകയാണ്, 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അതിൻ്റെ ശേഷം അബ്രഹാമിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ നീ ഭയപ്പെടേണ്ട. ഏതിനു ശേഷം? അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കൊടുത്ത്, ആമേൻ, നേടേണ്ടത് നേടി, തൻ്റെ സഹോദരനെ നേടി, ലോകപ്രകാരമുള്ള ഒന്നും വേണ്ട എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഭയപ്പെടേണ്ട എന്നുള്ള ശബ്ദം, ആമേൻ, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്, അത്യുന്നതനായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ തരട്ടെ. ജീവിതത്തിൽ ഭയങ്കരമായ ഭാരങ്ങൾ കൊണ്ട് ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ, ആമേൻ, അതിന് പൂർത്തീകരണം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായ ദൈവമാണ്. ആമേൻ. അവൻ അബ്രഹാമിനോട് അരുളി ചെയ്യുന്നു, അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട എന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട, എന്താ? ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകും. ഞാൻ നിന്റെ ആമേൻ പരിചയം അതിമഹത്തായ പ്രതിഫലവും എന്ന് പറയുമ്പോൾ അബ്രഹാം തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ആമേൻ മഹത്വപ്പെടുത്തുവാനിടയായെങ്കിൽ ലജ്ജിപ്പാനിടയായില്ല. സർവ്വതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു നല്ല ദൈവത്തിൽ ആശ്രയിപ്പാനിടയായി. പ്രിയപ്പെട്ടവരെ, വീണ്ടും 1-2 ഭാഗങ്ങൾ ആമേൻ. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം ആമേൻ 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ ദൂതന്മാർ ആർത്തുപാടുന്ന ഒരു ശബ്ദമുണ്ട്, അത്യുന്നതനായ ദൈവത്തിൻ്റെ. ആമേൻ. ലൂക്കോസിൻ്റെ 1:35. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഇന്നുവരെയും ലോകം കാണാത്ത അത്യുന്നതന്റെ ഒരു ശക്തി ആമേൻ ആ മറിയുടെ മേൽ നിഴലിട്ടപ്പോൾ നാം ആരാധിക്കുന്ന യേശുവിനെ നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. ആമേൻ. ആ യേശുവിൽ നാം ആയിരിക്കുന്നെങ്കിൽ ആ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയിൽ ആമേൻ പരിശുദ്ധൻ ആർക്കുന്ന ആമേൻ ഭൂമി മുഴുവനും യഹോവയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അതിലുപരിയായി നമ്മുടെ ഹൃദയത്തിൽ ഒരു ആമേൻ നിരൂപണം വരുവാൻ ഇടയായി തീരട്ടെ. നമ്മുടെ ദൈവം അത്യുന്നതനായ ദൈവമാണ്. അത്യുന്നതനായ ശക്തി നിന്റെ മേൽ നിഴലിടും. ലോകത്ത് സംഭവിക്കാതിരിക്കുന്നത്, ഇനിയും സംഭവിക്കാൻ കഴിയാത്തത്, ആമേൻ, ഇനിയും ലോകത്തിന് ചിന്തിക്കാൻ കഴിയാത്തത് ചിലത് പ്രവർത്തിക്കുന്ന ശക്തിയാണ് അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം കൂടെ, 2-ാം അധ്യായം 14-ാം വാക്യം കൂടെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിച്ചാൽ ഭൂമിയിൽ
ഓ ഹല്ലേലൂയ, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രിയപ്പെട്ട സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ ആമേൻ ശബ്ദം വളരെ ചുരുക്കമായി വളരെ ചുരുങ്ങിയ ഭാഗങ്ങളിൽ മാത്രം അത്യുന്നതൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ മറിയയ്ക്ക് പറയാൻ കഴിഞ്ഞു, ഇസ്രായേലിൽ അനേക കന്യകമാർ തിരുവെഴുത്തുകളെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. ആർക്ക് സംഭവിക്കും, എവിടെ സംഭവിക്കും എന്നറിയാൻ കഴിയാതെ ഇരുന്ന സ്ഥാനത്ത് എന്നെ തേടി വന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭൂലോകത്തിൽ ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ട അനേക ജനങ്ങൾ കിടക്കുമ്പോൾ, ആര് രക്ഷിക്കുമെന്ന് അറിയാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. ദൂതന്മാർ ആർക്കുന്ന ശക്തിയാണ് അത്യുന്നതൻ്റെ ശക്തി. ആ ശക്തി ഇന്ന് പകൽക്കാലം പ്രാപിപ്പാൻ, ഒരു പടി കൂടെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ, ആ അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും നമുക്കൊക്കെ സുപരിചിതമാണ്, കോവിഡ് കാലത്തൊക്കെ നാം രാവും പകലും യഥാസമയവും വീട്ടുകളിൽ റൂമടച്ചിരുന്നപ്പോൾ വായിച്ച ഒരു സങ്കീർത്തനമുണ്ട്. അതിന്റെ 1-ാം വാക്യം പറയുന്നത് എന്താണെന്ന് അറിയാമോ? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും. പ്രിയപ്പെട്ടവരെ, നാം ആരുടെ മറവില? അത്യുന്നതന്റെ മറവില. ലജ്ജിച്ചു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ലോകത്തിന്റെ മറവിലല്ല, ലോകത്തിന്റെ കരകളിലല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ. ഹല്ലേലൂയ. വേറൊരു ഗ്രന്ഥത്തിലും ആരെയും ഈ വിശേഷണ നാമം കൊടുത്ത് വർണ്ണിച്ചിട്ടില്ല. നമ്മുടെ ദൈവം അത്യുന്നതനായ ദൈവം മാത്രമല്ല, സർവശക്തനാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. 92-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിൽ 92:2-8 എന്നീ വാക്യങ്ങളിലും അത്യുന്നതനെ കാണുവാൻ കഴിയുന്നുണ്ട്. അത് വായിക്കുന്നത് നന്നായിരിക്കും. ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആ 92:2-8 എന്നീ ഭാഗങ്ങളിൽ നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. എന്നിട്ട് 8-ാം വാക്യം കൂടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിപ്പാനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഒരു നല്ല ദൈവത്തെ നമുക്ക് ആരാധിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഈ ദൈവത്തെ ആരാധിപ്പാൻ, ഈ നസ്രനായ യേശുവിനെ ആരാധിപ്പാൻ, ഈ ദൈവത്തിൻ്റെ ആരാധനയുടെ ഒരു ഭാഗവാക്കാകുവാൻ നമുക്കിടയായത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, അത്യുന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഒന്നുകൂടെ, അത്യുന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നോം. അതേ, അത്ഭുതവാനായി, അതിശയവാനായി, നീ മാത്രം ദൈവമായി നമ്മോട് കൂടെയുള്ള ഒരു നല്ല ദൈവം നമുക്ക് ആവശ്യമായ എല്ലാ നന്മകളും നൽകി തരട്ടെ. ആമേൻ. ഇനി ദൈവം അനുവദിച്ചാൽ കടന്നു വരുമ്പോൾ സ്വന്തമായി ഒരു നല്ല വിശാലമായ സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവക്കൂട്ടത്തെ, ഒരു ദൈവജനത്തെ, ഒരു ദൈവ മക്കളെ, സൺഡേ സ്കൂളിൽ ഇന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പക്കാരായി നിൽക്കുന്ന ഒരവസ്ഥയിൽ, ദൈവത്തെ ആരാധിക്കുന്ന ഒരവസ്ഥയിൽ ആത്മദർശനത്തോട് ഭാവിക്കായി നമുക്ക് പ്രതീക്ഷിച്ച് അത്യുന്നതനും സർവശക്തനുമായ ദൈവത്തിൻ്റെ പാദപീഠ ഇടയാക്കട്ടെ. എനിക്ക് തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. നമ്മെ ഒരുമിച്ച് ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.